മലയാള ഭാഷ, സാഹിത്യം എന്നിവയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി ആർ ബിന്ദു മലയാളം സർവകലാശാലയിൽ കേരള ഭാഷാ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്കാരങ്ങളാണ് നമ്മിലേക്ക് എത്തിയത് എന്നുള്ളത് ഇവിടെ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. വന്നു ചേർന്ന എല്ലാ സംസ്കാരങ്ങളെയും നമ്മുടേതായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തു. അത് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ സംഭാവന ചെയ്തു. ആ വിശാല മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേരള ഭാഷാ നെറ്റ്വർക്കിങ്ങിനെ നാം കാണുന്നത്. മലയാളം സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഭാഷ അതിജീവനത്തിന്റെ ആയുധമാണ്. മലയാളിയെ ആഗോള പൗരന്മാരാക്കിയത് വിവർത്തനങ്ങളാണ്. കേരള തീരദേശത്തു കൂടി എത്തിച്ചേർന്ന എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടവരാണ് മലയാളികൾ. ആ വിശാല മാനവികതയെ ഉയർത്തിപ്പിടിക്കുക എന്ന ഉത്തരവാദിത്വം മലയാളം സർവകലാശാലയ്ക്കുണ്ട്. ഭാഷാ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിലൂടെ വിവർത്തന മേഖല, ഭാഷ കമ്പ്യൂട്ടിംഗ്, വിദേശ ഭാഷകളുടെ പഠനം എന്നിവ സാധ്യമാകും. സമഗ്രമായ കരിക്കുലം വിഭാവനം ചെയ്ത് തൊഴിൽ നൈപുണ്യവും ഗവേഷണവും പ്രോത്സാഹിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നേറുന്നു. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനാണ് നൈപുണ്യ പരിശീലനത്തിന് ഊന്നൽ നൽകുന്നത്. കേരളം വൈജ്ഞാനിക സമ്പദ്ഘടന രൂപീകരണത്തിന്റെ പാതയിലാണ്, മന്ത്രി പറഞ്ഞു. ഭാഷാ വൈവിധ്യം, ഗവേഷണം, വിദ്യാഭ്യാസം, സാംസ്കാരിക വൈവിധ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് എന്ന പേരിൽ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിച്ചത്. ചടങ്ങിൽ കുറുക്കളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ KM. ഭരതൻ, വിദ്യാർത്ഥി ക്ഷേമ ഡയറക്ടർ ഡോക്ടർ അശോക് ഡെക്രൂസ്, ബിരുദ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സുധീർ, വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ K. ഗായത്രി, കേരള ഭാഷാ നെറ്റ്വർക്ക് കോർഡിനേറ്റർ ഡോക്ടർ G. സജിന തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.